ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ പല്ലവിയും കൂട്ടി നല്ലൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സേതു ചെന്നു. അപ്പോൾ അവിടുത്തെ ആ ഒരു ചേച്ചി കണ്ടു കഴിഞ്ഞപ്പോൾ ആരാ ഇത് എന്നൊരു ഭയങ്കര സ്നേഹവും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് പിന്നെ കഴിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിച്ചു. അത് പിന്നെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അവരിത് നമ്മുടെ പല്ലവിക്കും സേതുവിനും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ആ ദീദി ഇവർക്കെല്ലാം കൊടുത്തു. ഇവരോട് വിശേഷമൊക്കെ ചോദിച്ചു. അങ്ങനെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇവർ ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഭക്ഷണം വയറ് നിറയെ കഴിക്കുന്നു. പിന്നെ ഇവിടെ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ ഉണ്ട്. ഈ സമയത്ത് നമ്മുടെ സേതുവിന് ഒരു കോള് വന്നു. സേതു ആണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും പല്ലവി ഭക്ഷണം കഴിച്ചിട്ട് വന്നു. ഭക്ഷണം കഴിച്ച് പല്ലവി കൈ കഴുകി പല്ലവി അവിടെ ചെന്നിരിക്കുന്നു. സേതു അന്നേരം ഫോണിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഡാൻസൊക്കെ കണ്ട് പല്ലവി ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോഴേക്കും ഈ ദീദി അങ്ങോട്ടേക്ക് വന്നു. ഭക്ഷണമൊക്കെ മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു. അപ്പോൾ അടിപൊളിയാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. അപ്പോൾ ഭക്ഷണം നല്ലതാണെന്ന് പറയുമ്പോൾ മനസ്സിന് നല്ല സുഖമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്തായാലും പാട്ടും ഡാൻസൊക്കെ നല്ലൊരു ആംബിയൻസ് ആണെന്ന് പല്ലവി പറഞ്ഞു കേട്ടോ. ഇതിനെല്ലാത്തിനും നന്ദി പറയേണ്ടത് സേതുവിനോടാണെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലാകുന്നില്ല കേട്ടോ. എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയം കുറേ പേരെന്നെ മിസ്യൂസ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ അവരുടെയൊക്കെ കയ്യിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ സേതുവും. അപ്പോൾ സേതു എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നേന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കാം. അപ്പോഴേക്കും സേതു ഫോൺ വിളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് വന്നു. പിന്നെ പൈസയൊക്കെ കൊടുത്തിട്ട് പോകാൻ തുടങ്ങുമ്പോഴേക്കും അയ്യോ പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞു ആ ചേച്ചി. അത് പറഞ്ഞാൽ പറ്റില്ല, കഴിച്ച ഭക്ഷണത്തിൻ്റെ പൈസ വേണം, വാങ്ങിക്കണം എന്നും പറഞ്ഞ് നിർബന്ധിച്ച് സേതു പൈസ ചേച്ചിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഇവർ പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും പല്ലവിക്ക് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു സേതു. അയ്യോ ഐസ്ക്രീം തീർന്നു പോയല്ലോ എന്ന് ആ ചേച്ചി അന്നേരം സേതുവിനോട് പറയാം. അത് സാരമില്ല, നമുക്ക് വേറെ വാങ്ങിക്കാമെന്നും പറഞ്ഞു. അപ്പം ശരി എന്നാൽ ഓക്കെ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പോയ സേതു ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി വിളിച്ചിട്ട് അപ്പം എന്താ തീയതിയെന്ന് ചോദിച്ചേ. അതേ ആ കുട്ടി ആരാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറഞ്ഞു സേതു. ആ അത്രേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പം ഇപ്പോൾ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞേ. എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡിയാണെന്നൊക്കെ പറഞ്ഞ് ആ ചേച്ചി സേതുവിനെ പറഞ്ഞു വിടുക. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പോണു. പിന്നെ അവിടെ പാട്ടും ഡാൻസും ചേച്ചിയുടെ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ചേച്ചി ഇങ്ങനെ പോണു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോന്നു കഴിഞ്ഞിട്ട് പല്ലവിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സേതു ഒരു ബേക്കറി കയറി ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോൾ ഐസ്ക്രീം കെട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് നടന്നാലോ എന്ന് പല്ലവി ചോദിച്ചു. നടക്കാനോ? ആ രാത്രിയിൽ ഇങ്ങനെ നിലാവ് കണ്ട് നടക്കുന്ന ഒരു രസമല്ലേ എന്ന് ചോദിച്ചു. രസമോ? അപ്പോൾ വാ മാഷ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലവി സേതുവിനെയും കൂട്ടിക്കൊണ്ട് പോവാം. അങ്ങനെ രണ്ടുപേരും കൂടെ ആ റോഡിലൂടെ ഇങ്ങനെ നടക്കുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതുപോലെ എനിക്കൊരു പാട്ട് പാടാനൊക്കെ തോന്നുക എന്നൊക്കെ പല്ലവി പറഞ്ഞപ്പോൾ അത് താൻ പാടാൻ പറഞ്ഞു സേതു. വേണ്ട, എൻ്റെ പാട്ട് കേട്ട് ചിലപ്പോൾ സേതുവേട്ടൻ ഇറങ്ങി ഓടുമെന്ന് പറഞ്ഞു പല്ലവിയെ. എടോ രണ്ടു വരിയൊന്നും മൂളിക്കേ, ചുമ കേൾക്കാമല്ലോ എന്ന് സേതു അന്നേരം പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ പാടും, ഞാൻ കേൾക്കാവുന്നു പല്ലവി. ഞാൻ പാടിയാലേ പല്ലവി ഇപ്പം ഈ കാണിക്കുന്ന സ്നേഹവും കൂടി പോകുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് അൺസൈക്കബിളായിരിക്കും എൻ്റെ പാട്ടെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ പറയുമ്പോൾ പല്ലവി കുറേ ചിരിച്ചു. അപ്പം അങ്ങനെ ചിരിച്ചു വർത്തമാനം പറഞ്ഞ് ഇവർ നടക്കുമ്പം അതെ ഞാനൊരു കാര്യം ചോദിച്ചാ പല്ലവി സത്യം പറയോ എന്ന് സേതു. അപ്പം എന്താ സേതു ഏട്ടാ? അതെ പല്ലവിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം പ്രണയം തോന്നാത്ത മനുഷ്യരുണ്ടോ എന്ന് ചോദിച്ചു പല്ലവി. പഠിക്കുന്ന സമയത്ത് എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. പക്ഷേ ആ പ്രണയം പുറത്തു പറയാതെ മനസ്സിൽ തന്നെ വെക്കാനായിരുന്നു യോഗം എന്ന് പറഞ്ഞു പല്ലവി. നമ്മളെ വളർത്തി അച്ഛനോടും അമ്മയോടും എന്തോ വലിയ ദ്രോഹം ചെയ്യുന്നത് പോലെ അന്ന് എനിക്ക് തോന്നിയത് എന്ന് നമ്മുടെ പല്ലവി പറയാം. പിന്നെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു ഈ പ്രേമവും മണ്ണാങ്കട്ടയൊന്നും നമുക്ക് ശരിയാവില്ല എന്ന്. അച്ഛനും അമ്മയും ആരെ കാണിച്ചു തരുന്നു അയാളെ തന്നെ കെട്ടിക്കൊള്ളാമെന്ന് മനസ്സിലൊരു പ്രതിജ്ഞയും എടുത്തു. പക്ഷെ എന്തു ചെയ്യാനാ, അവർ കണ്ടുപിടിച്ചു തന്ന ആള് ഓരോന്നൊന്നര ആളായി പോയെന്നൊക്കെ നമ്മുടെ പല്ലവി ഇങ്ങനെ സേതുവിനോട് പറയാം കേട്ടോ. അല്ല സേതുവേട്ടൻ്റെ മനസ്സിൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പം നിന്നോട് മാത്രം എന്ന് പതുക്കെ മനസ്സിൽ പറയാം. അപ്പം എന്താ ആലോചിക്കണേന്ന് ചോദിച്ചു. പ്രേമിച്ച പെണ്ണുങ്ങളുടെ ലിസ്റ്റ് എടുക്കുവാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ അല്ല, ഞാൻ ആ കാറ് ലോക്ക് ചെയ്തൊന്ന് ആലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു. അല്ല പല്ലവി എന്നോട് എന്തോ ചോദിച്ചല്ലോ, എനിക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോന്നോ? നല്ല കാര്യമായി. ഇല്ല, പ്രേമിക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. ഇപ്പം കിട്ടിയാ പ്രേമിക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പ്രേമിക്കാൻ പറ്റിയ നല്ലൊരു പെണ്ണ് വരട്ടെ, അപ്പോൾ ആലോചിക്കാവുന്ന സേതു. അങ്ങനെ ഒരു പെണ്ണ് സേതുവേട്ടൻ്റെ ജീവിതത്തിലേക്ക് വന്നാലോ? അപ്പോൾ അതാരാന്ന് ചോദിച്ചു. അതാരായിരിക്കണമെന്നുള്ള ചുമതല ഞാൻ അങ്ങ് ഏറ്റെടുത്താലോ എന്ന്.
അപ്പോൾ താൻ തന്നെ കണ്ടുപിടിക്കാതിരുന്ന ഭാഗ്യം എന്ന് പറഞ്ഞാൽ അല്ല എന്താ പറഞ്ഞേ, അല്ല താൻ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയുകയായിരുന്നേ എന്ന് നമ്മുടെ സേതു. ഈ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ അങ്ങ് പോണു. അപ്പോൾ പിന്നെ നിലാവിൽ നോക്കി കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നേരമൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ സേതു പല്ലവിയെ വീട്ടിലേക്ക് കൊണ്ടുപോക്കാനായിട്ട് നോക്കും. ഈ സമയത്ത് ശോഭ അവിടെ ഇരുന്ന് വിളിയാ, പക്ഷെ മോളുടെ നമ്പറിലേക്ക് കിട്ടുന്നില്ല. ആ സമയത്ത് പാറു അങ്ങോട്ടേക്ക് വന്നു. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോടി മോളെ എന്നും പറഞ്ഞു. അപ്പോഴത്തേക്കും പാറു എടുത്ത് വിളിച്ചു നോക്കുക, പക്ഷെ അന്നേരവും സ്വിച്ച് ഓഫാ. അപ്പോൾ ചേച്ചി ഇന്ന് താമസിക്കുന്നു പറഞ്ഞിട്ടല്ലേ അമ്മയെ പോയതാ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിച്ചു പാറു. കാര്യം ശരിയാ, എന്നാലും അവളെ കണ്ടാൽ എൻ്റെ മനസ്സൊന്ന് തണുക്കും. അപ്പം എൻ്റെ അമ്മേ, ചേച്ചിയുടെ കാര്യത്തിൽ അമ്മയ്ക്ക് യാതൊരു ടെൻഷനും വേണ്ട. ചേച്ചി നല്ല ബോൾഡാ, ഒരു പോറൽ പോലും പറ്റാതെ ഇങ്ങനെ എത്താനേ ചേച്ചിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അമ്മ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ വരാതെ എനിക്ക് ഉറക്കം വരുമോ? എന്നാൽ പിന്നെ അമ്മ ഇവിടെ ഇരിക്കും, ഞാനും ഇരിക്കാം, എന്താ മതിയോ എന്ന് ചോദിച്ചു പാറു. ആ സമയത്ത് എടി നീ അച്ഛനോട് ചെന്ന് പറ പല്ലവിയെ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് വരാൻ. അമ്മ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ചേച്ചി ഇങ്ങ് വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു ഇതും പറഞ്ഞു ഇങ്ങനെ ഇരിക്കുക. ഈ സമയത്ത് ആ ഇന്ദ്രൻ എന്തെങ്കിലും ചെയ്താൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ പാറുവിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് പല്ലവിയെയും കൊണ്ട് നമ്മുടെ സേതു വീട്ടുമുറ്റത്ത് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ പല്ലവി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് സേതുവിനോട് താങ്ക്സ് ഒക്കെ പറയുക കേട്ടോ. അങ്ങനെ ഇവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അതേ ഐസ്ക്രീം വാങ്ങി തന്നതിന് മറ്റൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് നമ്മുടെ സേതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ശോഭ വന്ന് ഗേറ്റ് തുറന്നപ്പോൾ കാണുന്നത് ഈ ഒരു കാഴ്ച. നമ്മൾ പല്ലവി ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി ചെല്ലുന്നു. എടി അവിടെ നിൽക്കാൻ പറഞ്ഞു അമ്മ, മോളോട് ദേഷ്യപ്പെടുക. നീ സേതുവിൻ്റെ കൂടെയാണോ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതേ അമ്മേ, ബസ്സൊന്നും ഇല്ലായിരുന്നു, അപ്പോഴാ സേതുവേട്ടൻ ആ വഴിക്ക് വന്നതെന്ന് പറഞ്ഞു. നിനക്കെന്താ അച്ഛനെ വിളിച്ചുകൂടായിരുന്നോ? വിളിക്കാൻ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും പാറു വന്നു. നിനക്ക് ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് അച്ഛനെ വിളിക്കാമായിരുന്നല്ലോ, എന്താ നിനക്ക് അച്ഛൻ്റെ നമ്പർ അറിയത്തില്ലേ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുക. അപ്പം അമ്മ എന്തിനാ ചേച്ചിയോട് ചൂടാകുന്നേ? നിങ്ങൾ വന്നത് ആരുടെ കൂടെയാണെന്ന് അറിയാവാ? ആ സേതുവിൻ്റെ കൂടെ. അതിനിപ്പോൾ എന്താ അമ്മേ, സേതുവിൻ്റെ ആൾ പാവാ, അവൻ പാവമാണോ ദുഷ്ടമാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ കാര്യം. ആ രാജലക്ഷ്മി മോനും കൂടി ഇവളെ അവനെയും ചേർത്ത് പുറത്ത് പറയാൻ പറ്റാത്ത കഥകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അതിൻ്റെ ഇടയ്ക്ക് ഇവള് സേതുവിൻ്റെ കൂടെ പാതിരാത്രിയിലെ കാറിലൊക്കെ വന്ന് ഇറങ്ങുന്നത് കണ്ടാലേ അത് മതി ആൾക്കാർക്ക് പുതിയ കഥയുണ്ടാക്കി പറഞ്ഞ് ചിരിക്കാനെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അപ്പോൾ ആര് ചിരിച്ചാലും എനിക്ക് എന്നെ വിശ്വാസമുള്ളിടത്തോളം കാലം ഒരു കഥയും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി. മോളെ അത് അമ്മയ്ക്ക് അറിയാം, നമ്മളായിട്ട് ആൾക്കാരെ കൊണ്ട് പറഞ്ഞ് ചിരിക്കാനുള്ള അവസരം ഉണ്ടാക്കണോ? ആളുകൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതൊന്നും സാരമുള്ള കാര്യമല്ല അമ്മേ. സേതുവായിട്ടനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു. പലപ്പോഴും ഒറ്റയ്ക്കായപ്പോൾ എന്നെ സഹായിക്കാൻ സേതുവേട്ടനെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയാം. എൻ്റെ ജോലി പോലും തിരിച്ചു വാങ്ങിച്ചു തന്നത് സേതുവേട്ടനാണ്. അതിൻ്റെ ഒന്നും നന്ദിയും കടപ്പാടും ആ മനുഷ്യനോട് എത്ര പറഞ്ഞാലും തീരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല്ലവി അകത്തേക്ക് കയറിപ്പോയി. പല്ലവി കയറിപ്പോയി കഴിഞ്ഞപ്പോൾ ഷോന്നും പറഞ്ഞിട്ട് ശോഭ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന പൂർണ്ണിമയാണ്. പൂർണ്ണിമ ഇങ്ങനെ സേതു വരുന്നത് നോക്കി മുറ്റത്ത്, അതായത് ഉമ്മറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക. രാത്രി ഒത്തിരി ആയല്ലോ. അങ്ങനത്തെ നമ്മുടെ സേതു കയറി വന്നു. സേതു കയറി വന്നിട്ട് പൂർണ്ണിമയെ നോക്കുപോലും ചെയ്ത് അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ പൂർണ്ണിമ വന്ന് വാതിലടച്ചു. സേതു റൂമിലേക്ക് പോയിപ്പോൾ അത് കഴിഞ്ഞ് സേതുവേട്ടനകത്തേക്ക് കയറി ചെന്നപ്പോൾ നമ്മുടെ ഹരി നല്ല ഉറങ്ങിക്കിടക്കുന്ന ഹരിയോട് നീ ഉറക്കമാണോ എന്ന് ചോദിച്ചു. ആ സേതുവേട്ടൻ വന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഹരി അങ്ങനെ തന്നെ അങ്ങ് തിരിഞ്ഞ് കിടന്നുറങ്ങി. സേതു എന്നിട്ട് പലതും ആലോചിക്കാം. എന്നിട്ട് ഈ ഫോട്ടോയും പിടിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കും കേട്ടോ, അമ്മയുടെ ഫോട്ടോയിൽ നോക്കി. അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് നമ്മുടെ സേതു ഇങ്ങനെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അച്ഛൻ, അതായത് നമ്മുടെ മാധവമേനോൻ്റെ ഓപ്പോസിറ്റ് വന്ന് നിൽക്കുകയാണ്. മോനെ, ഈ ഡയറിയിൽ നിൻ്റെ അമ്മയിലേക്ക് എത്താനുള്ള ഒരു തെളിവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ സേതു ഇങ്ങനെ അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നിൻ്റെ അമ്മ ഒരിക്കലും നിന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് അച്ഛൻ മോനോട് പറയണം. അതുകൊണ്ട് അമ്മയെ കണ്ടെത്താനുള്ള മോഹം എൻ്റെ മോൻ മനസ്സിൽ നിന്നങ്ങ് കളയുന്നതാണ് നല്ലത് എന്ന് അച്ഛൻ മോനോട് പറയുന്നു. സേതു ഇതൊക്കെ കേട്ട് വല്ലാണ്ടായിരിക്കുക. അവളെ നീ കാണണ്ട മോനെ, നിൻ്റെ ഓർമ്മകളിൽ പോലും അവളുടെ മുഖം വേണ്ട എന്നിങ്ങനെ പറയുമ്പം നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടെത്തണം, ഞാൻ കണ്ടെത്തും എന്ന് സേതു അച്ഛനോട് തറപ്പിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക മോൻ്റെ മുന്നിൽ. അച്ഛൻ പറഞ്ഞിട്ട് മോൻ കേൾക്കുന്നില്ലല്ലോ. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. മോൻ ഇങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കാണാനില്ല. അപ്പോഴേക്കും സേതുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. സേതു എന്നിട്ട് ആ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും സ്വന്തം അമ്മയെക്കുറിച്ച് നിർണായക തെളിവുകളാണ് ആത്മാവിൻ്റെ രൂപത്തിൽ വന്ന് അച്ഛൻ മകന് കൊടുത്തത്. പക്ഷേ അതൊന്നും കേൾക്കാനോ അച്ഛൻ്റെ വാക്കുകൾ അനുസരിക്കാനോ തയ്യാറാകാതെ തൻ്റെ പെറ്റമ്മയെ കാണണമെന്നുള്ള വാശിയിൽ നമ്മുടെ
സേതു ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ വിശേഷം വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.